ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഓണത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരു എന്നാ പറയണ്ട ഒരു സ്പിരിറ്റിലായിരിക്കും ഇപ്പോഴും. എന്താണേലും എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ട് ആഘോഷിച്ചു. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിൻ്റെയൊക്കെ ദിവസങ്ങളിൽ ഇവിടെയും മഴയൊന്നും ഇല്ല കേട്ടോ. നാട്ടിലത്തെ പോലെ മഴകളൊന്നും നാട്ടിൽ മഴയില്ല എന്നാണ് വീട്ടിൽ വിളിച്ച് പറഞ്ഞത്. പിന്നെ ഇതേപോലെ ഇതാണ്ട് നമ്മുടെ ഒലീവ്സും എല്ലാം കായൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. എന്നാൽ വലിയ കാര്യമായിട്ടൊന്നും കായ ഇല്ല താനും. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ആണ്ട് പുതിയ തക്കാളി ചെടിയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുളത്തിലെ മീനുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. അവർ ഭയങ്കര എന്നാ പറയണ്ടത്, ഇന്ന് നല്ല സൂര്യപ്രകാശം നല്ല വെയിലൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് അവർക്കും നല്ലൊരു എനർജിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ പായസമൊക്കെ എടുത്തൊന്ന് ചൂടാക്കി. അതിന് ശേഷം ഞാൻ നമ്മുടെ വീട്ടിലെ ഒരു അംഗമല്ലേ നമ്മുടെ മോയനും സാംകുട്ടനും. അപ്പോൾ സാംകുട്ടനും കൊടുത്തു. അപ്പോൾ ഇച്ചിരി പാത്രത്തിൽ കൊടുത്തിട്ട് അവൻ തിന്നില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി നിലത്തൊഴിച്ചു കൊടുത്തു. ആദ്യം അവൻ ഇച്ചിരി നക്കിയതല്ലാതെ വേറൊന്നും അവന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പം നമ്മളെപ്പോലെ അവനും കാര്യമായിട്ട് ഓണം ആഘോഷിക്കണം, ഇലയിൽ തന്നെ കഴിക്കണം എന്നുണ്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ അവന് വാഴയില കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാറ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വാഴയിലയിൽ ഇച്ചിരി കൊടുത്തു നോക്കാമെന്ന്. അപ്പോൾ അവന് വാഴയില കിട്ടാത്തതിൻ്റെ വിഷമമായിരുന്നു കേട്ടോ. അപ്പം പാത്രത്തിൽ കൊടുത്തപ്പോൾ ഒന്നും കഴിച്ചില്ല. അതാണ്ട് വാഴയില കൊടുത്തപ്പോൾ വാഴയിലയും കഴിക്കുന്നു, അതിൻ്റെ കൂടെ പായസവും കുടിക്കുന്നു. എന്തൊരു സാധനമാണെന്ന് നോക്കി. അപ്പോൾ എല്ലാം കഴിച്ചോളും കേട്ടോ. എന്നെപ്പോലെയാണ്, എല്ലാം കഴിച്ചോളും. അപ്പം പുള്ളി വാഴയിലയും കഴിക്കുന്നു, അതിൻ്റെ കൂടെ പായസവും കാര്യമായിട്ട് അടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് പായസമൊക്കെ കുടിക്കാൻ. അപ്പോൾ കേരള ഫെസ്റ്റിവൽ ആയതുകൊണ്ട് പുള്ളി കാര്യമായിട്ട് വാഴയില ഉൾപ്പെടെയാണ് കഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനിയിപ്പം നമ്മൾ വാഴയിലയൊക്കെ മുറ്റത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയൊക്കെ എടുത്ത് കഴിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പുള്ളി കഴിച്ചു. പുള്ളിക്ക് കൊടുത്തില്ലേ നമുക്ക് മനസ്സിനൊരു വിഷമമാണ്. പിന്നെ ഇതാണ്ട് ഞങ്ങളും കഴിച്ചു. ഞാൻ ഇന്നലത്തെ പായസം ഒന്ന് ചൂടാക്കി അതിനകത്ത് കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട്, കാരണം തിക്കായിട്ടിരിക്കുമല്ലോ ഇന്നലെ ഉണ്ടാക്കിയതുകൊണ്ട്, അപ്പോൾ കുറച്ച് പാലും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കുറച്ചും കൂടെ ഇതാക്കി കേട്ടോ, കുറച്ചും കൂടി നീട്ടി. പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു പുതിയ ചെടി മേടിച്ചത്, നമ്മുടെ ചേമ്പ് പോലെ തന്നെ ശരിക്കും ചേമ്പിൻ്റെ ഇലകളും ഒക്കെ ആയിട്ടാണ് അത്, അങ്ങനെ തോന്നുന്നുള്ളൂ കേട്ടോ. പക്ഷെ നല്ല രസമാണ്. അകത്തൊരു കുറേ പച്ചിലകൾ നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ നമ്മുടെ ഗ്രാമീണത ഫീൽ ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോയുടെ അടിയിലാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഓണമൊക്കെ നമ്മുടെ നാട്ടിൽ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്ന മാത്രമല്ല വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓണത്തിൻ്റെ ദിവസം നല്ലൊരു ദൈവാനുഗ്രഹവും കാര്യങ്ങളെല്ലാം ഉണ്ടാകട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങളും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.